6 കടന്നാൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ് വരുന്നത്. മൊഡ്യൂൾ 3 കടന്നാൽ നിങ്ങൾക്ക് ലേണിംഗ് തിയറീസ് ഉണ്ട്. ഹായ് ഹലോ വെൽക്കം യു ഓൾ ടു എൻട്രി ആപ്പ്. ഐ എം കാവ്യ. സോ സെറ്റ് എക്സാം നമുക്കറിയാം ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അതേപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ സെറ്റിന് ബേസിക്കലി 2 പേപ്പറുകളാണ് ഉള്ളത്. ഒന്ന് നിങ്ങളുടെ സബ്ജക്ട് പേപ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ജനറൽ പേപ്പറും. അപ്പൊ പലപ്പോഴും പല കാൻഡിഡേറ്റ്സിനും ഉള്ളൊരു ഡൗട്ടാണ് ജനറൽ പേപ്പറിന് പ്രാമുഖ്യം കൊടുക്കണോ എന്നുള്ളത്. എന്നാൽ ഞങ്ങൾ ടീം എൻട്രി പറയും എന്തായാലും നിങ്ങൾ ജനറൽ പേപ്പറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സബ്ജക്ട് പേപ്പർ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കേണ്ട ഒരു എലിജിബിലിറ്റി എക്സാം ആണ് HSST അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സാംസിനുള്ള ഒരു പ്രിപ്പറേഷന് മുൻപ് നിങ്ങൾ എഴുതിയെടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ആണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ 50% മാർക്കിൽ കുറയാതെ, അതായത് അത് ജനറൽ കാറ്റഗറിക്കാണ്, അതേപോലെ മറ്റു കാറ്റഗറികൾക്ക് 5% കൺസെഷനും അവൈലബിൾ ആണ്. ബിഎഡുമാണ് ഇതിന്റെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള യോഗ്യതകൾ എന്ന് പറയുന്നത്. എന്നാൽ ചില പ്രത്യേക വിഷയങ്ങളെ PG വേണം എന്നുള്ള കൺസിഡറേഷനിൽ നിന്നും എന്താണ് അവിടെ നിങ്ങൾക്ക് PG ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബിഎഡ് വേണം എന്നുള്ള ഒരു കണ്ടീഷനിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ജനറലി ഇവിടെ പറയുന്നത് PG വിത്ത് ബിഎഡ് ആണ് സെറ്റിന് അപ്ലൈ ചെയ്യാൻ എന്ന് പറയുന്നുണ്ടെങ്കിലും സപ്പോസ് നിങ്ങൾ PGയുടെ ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ സെമസ്റ്ററിലാണ് പഠിക്കുന്നത് എന്ന് വിചാരിക്കാം. ബിഎഡ് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സെറ്റ് എക്സാം എഴുതാവുന്നതാണ്. അത് കഴിഞ്ഞ് PG കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും നിങ്ങൾക്ക് അത് ലഭിക്കുന്നതുമാണ്. ഇനി നിങ്ങൾ PG കംപ്ലീറ്റ് ചെയ്തു, ബിഎഡിന്റെ 3-ാമത്തെയോ 4-ാമത്തെയോ സെമസ്റ്ററിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്, എഴുതാവുന്നതുമാണ്. പിന്നീട് ബിഎഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം LBS സെന്ററിൽ പോയി സെറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം. എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്. പേപ്പർ 1 പേപ്പർ 2 എന്ന് പറഞ്ഞ് 2 പേപ്പറുകളായിട്ടാണ് 120 മിനിറ്റിനാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പേപ്പർ 1-ന് 2 ഭാഗങ്ങളുണ്ട്, പാർട്ട് A പാർട്ട് B ഇങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. 120 ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ പാർട്ട് എയിൽ 60 ചോദ്യം, പാർട്ട് ബിയിൽ 60 ചോദ്യം, ഇങ്ങനെയാണ് വരുന്നത്. പേപ്പർ 2-നും 120 ചോദ്യമാണ് വരുന്നത്. ഒരു ചോദ്യത്തിന് 1 മാർക്ക് വെച്ചിട്ടാണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ പരീക്ഷയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ അവിടെ 80 ചോദ്യമാണ് ഉള്ളത്, 1.5 മാർക്കാണ്, 1.5 മാർക്സ് ആണ് ബേസിക്കലി അവിടെ വരുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിന്റെ മേഖലയിലേക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് കുറച്ച് സമയം എടുത്തിട്ടേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് അതിന് അത്രയും മാർക്ക് ഡിവോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന്റെ മാർക്കിംഗ് സ്കീമിലേക്കൊന്ന് നമ്മൾ കടന്നാല് ഇപ്പൊ കാറ്റഗറി വൈസ് നോക്കിയാൽ പേപ്പർ 1 പേപ്പർ 2 ആൻഡ് ടോട്ടൽ. അപ്പൊ ഇവിടെ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ പേപ്പർ 1-ന് 40%, പേപ്പർ 2-ന് 40%വുമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങൾ പാസ്സായതായിട്ട് ഡിക്ലെയർ ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ 40% ആണെങ്കിൽ ഇവിടെ 40% പോരാ, ഇൻ അഗ്രിഗേറ്റ് നിങ്ങൾക്ക് 48% ഉണ്ടായിരിക്കണം. OBC ആണെങ്കിൽ 35%, 35% പ്രിസ്ക്രൈബ്ഡ് കട്ട് ഓഫ് ആണ് പറയുന്നത്. എന്നാൽ അത് പോരാ, ടോട്ടൽ നിങ്ങൾക്ക് 45% വേണം. ഡിഫറൻറ്റ്ലി ഏബിൾഡ് SC/ST കാറ്റഗറിയിലാണെങ്കിൽ പേപ്പർ 1 35%, പേപ്പർ 2 35%, ഇൻ അഗ്രിഗേറ്റ് 40%വും വേണം. അപ്പം അങ്ങനെ ഒരു അഗ്രിഗേറ്റ് വെർഷൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്വാളിഫയിങ് മാർക്ക് ഉണ്ട്, അതിനോടൊപ്പം ഒരു അഗ്രിഗേറ്റ് വെർഷനും കടപ്പുണ്ട്. അപ്പൊ അതെപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക.
നമ്മൾ പറഞ്ഞു ഈക്വൽ വെയിറ്റേജ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ മൊഡ്യൂൾസ് ഒന്ന് നമ്മൾ നോക്കിയാൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 4 മൊഡ്യൂൾസ് ഉണ്ട്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി മുതലായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. മൊഡ്യൂൾ 2 ആണെങ്കിൽ സോഷ്യൽ സയൻസ്, അതായത് ഇക്കണോമിക്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള കണ്ടന്റ് അത്രേ ഉള്ളൂ. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ആണ്. മൊഡ്യൂൾ 4 ഈ കേരള സോഷ്യൽ റിഫോംസ്, നാഷണൽ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം 10ാം ക്ലാസ്സിന്റെ ലെവലിലുള്ള ചോദ്യമാണ് അവിടെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത്. ഇനി യൂണിറ്റ് 2ലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നിങ്ങളുടെ ലാംഗ്വേജ് ആൻഡ് റീസണിങ് കപ്പാസിറ്റി ആണ് അവിടെ ജഡ്ജ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ബേസിക് ആയി നോക്കിയാൽ 4 മൊഡ്യൂളുകളാണ് ഉള്ളത്. കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി, അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ സ്കിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന. കൂടുതൽ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് 2ൽ വരുന്നത്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫെയർ എന്ന് പറഞ്ഞ് നമുക്ക് പലപ്പോഴും അത് കേൾക്കുമ്പോൾ ഒരു ഭയം തോന്നാറുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പം എല്ലാം തന്നെ നിങ്ങളുടെ ഫിംഗർ ടിപ്പിലുണ്ട്. ഇപ്പൊ ഞങ്ങൾ എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഡെയിലി ഞങ്ങൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്, അതും ഫ്രീ ആയിട്ട്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ChatGPT, ഇതിന്റെ എല്ലാം ഒരു പീരീഡിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്ന് പറയുന്നതും ഹെക്ടിക് ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതിന്റെ അകത്ത് ടെക്നോളജി, ഇൻവെൻഷൻസ്, ഇന്നോവേഷൻ, അതുപോലെ എൻവിറോൺമെന്റൽ ഇഷ്യൂസ്, മൂവ്മെന്റ്സ്, ട്രീറ്റീസ്, UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ്, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് റിസർച്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, പേഴ്സൺസ്, അവാർഡ്സ്, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടതായിട്ട് ഉള്ളത്. യൂണിറ്റ് 4ലേക്ക് കടക്കുമ്പോഴാണ് ശരിക്കും നിങ്ങളുടെ ആ ഒരു ജനറൽ പേപ്പർ എന്ന് പറയുന്നതിന്റെ സീരിയസ്നെസ് വരുന്നത്. അതിൽ മൊഡ്യൂൾ 1 ആണെങ്കിൽ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. മേജർ ആയിട്ടുള്ള ഫിലോസഫിക്കൽ ഡിവിഷൻസ്, കരിക്കുലം എന്താണ്, എന്തെല്ലാം മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത്, പിന്നെ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി, ബുദ്ധിസം, ജൈനിസം, ഇസ്ലാമിക് തോട്ട് എന്താണ്, അതേപോലെ ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, ഹ്യൂമാനിസം, റിയലിസം, ഈ കോൺസെപ്റ്റ്സിന്റെ പ്രപ്പോണൻസ്, ഈ കോൺസെപ്റ്റ്സ് പരസ്പരം എങ്ങനെ ഡ്വെൽ ചെയ്യുന്നു, എന്താ ഇതിന്റെ ഡിഫറൻസസ് മുതലായ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രേറ്റ് ആയ എമിനന്റ് തിങ്കേഴ്സ്, ഗാന്ധിജി, ടാഗോർ, വിവേകാനന്ദ, പ്ലേറ്റോ, റൂസോ, മോണ്ടിസോറി, ഫ്രോബൽ, ജോൺ ഡ്യൂയൻ, പൗളോ, വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഈക്വൽ വെയിറ്റേജ് കൊടുത്ത എല്ലാവർക്കും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് തന്നെയാണ് അവിടെ ചോദ്യങ്ങൾ വരുന്നത്. അടുത്തത് സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ ആണ്. അതിന്റെ അകത്ത് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി, അതേപോലെ എഡ്യൂക്കേഷനും കൾച്ചറും തമ്മിലുള്ള റിലേഷൻ, അതേപോലെ സൊസൈറ്റിയും എഡ്യൂക്കേഷനും എങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നു, എൻകൾച്ചറേഷൻ, അക്കൾച്ചറേഷൻ മുതലായ കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം സോഷ്യൽ മൊബിലിറ്റി, അതിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഇന്ത്യൻ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ, പല ആക്ടുകൾ ഉണ്ട് അല്ലെ. സോ ഈ ആക്ടുകളെ കുറിച്ചൊക്കെ അവിടെ വരുന്നുണ്ട്. അതേപോലെ നാഷണൽ ഇന്റഗ്രേഷൻ, ഗ്ലോബൽ വില്ലേജ്, ഇതൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. അപ്പൊ അവയെ കുറിച്ച് പഠിച്ചു വെക്കുക. അതേപോലെ സോഷ്യലൈസേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അക്കൾച്ചറേഷൻ, കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഇനേർഷ്യ, കൾച്ചറൽ ഡിഫ്യൂഷൻ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. അതിന്റെ അകത്ത് വേരിയസ് സ്കൂൾസ് ഓഫ് സൈക്കോളജി ഉണ്ട്, പിന്നെ പേഴ്സണാലിറ്റി അപ്രോച്ചസ് ഉണ്ട്, ട്രെയ്റ്റ് അപ്രോച്ചസ് ഉണ്ട്, ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രൻസിക് മോട്ടിവേഷൻ തമ്മിലുള്ള കമ്പാരിസൺ, കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യോ കൾച്ചറൽ ഫാക്ടർ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ വെഷ്ലറിന്റെ തിയറി, ക്രിയേറ്റിവിറ്റി, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എറിക്സൺ, പിയാഷെ, വൈഗോസ്കി, ഇവരുടെ കോൺസെപ്റ്റ്സ്, ഇവരെന്താണ് ഡ്വെൽ ചെയ്തതെന്ന് കൂടി ഒന്ന് വെച്ചേക്കാം. മൊഡ്യൂൾ 4ലേക്ക് കടന്നാൽ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്.
അതിന്റെ അകത്ത് NPE ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇമ്പോർട്ടന്റ് ആണ്. BPGL IDSSS ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മേജർ റിപ്പോർട്ടുകളും ഡോക്യുമെന്റ്സും എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള റിപ്പോർട്ട്സ് ഡോക്യുമെന്റ്സ് ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾ ഇവിടെ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സാക്ഷർ ഭാരത്, RTE, DPEP, SSA, RMSA, റൂസ, MHRD, UGC, NCTE അങ്ങനെ മുതലായിട്ടുള്ള SCERT, ഡയറ്റ്, SIET ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും വായിച്ച് മനസ്സിലാക്കുക. ഇനി യൂണിറ്റ് 5ലേക്ക് കടന്നാൽ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ ആണ്. അവിടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഫോമിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്, ലേണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ തന്നെ നമുക്ക് റിഫ്ലക്റ്റീവ് പ്രാക്ടീസസിന്റെ നെസസിറ്റി, പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, ഇൻ സർവീസ് ആൻഡ് ഔട്ട് സർവീസ് എന്താണെന്നുള്ളത്, ടീച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉള്ളത് ടീച്ചിങ് മെത്തേഡ്സ്. ഒരിക്കലും നിങ്ങൾ പഠിക്കാതെ വിടാൻ പാടില്ലാത്തൊരു ഏരിയ ആണ്. അവിടെ നമുക്ക് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉണ്ട്, വിഷ്വൽ എയ്ഡ്സ് ഉണ്ട്, ഓഡിയോ എയ്ഡ്സ് ഉണ്ട്. ഇതിനെ കുറിച്ച് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുക. മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വ്യക്തമായി നോക്കുക. പിയർ ടീച്ചിങ്, മെന്ററിങ്, ഫെസിലിറ്റേറ്റഡ് ഇൻസ്ട്രക്ഷൻ, ഓൺലൈൻ ലേണിംഗും ഓഫ്ലൈൻ ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താ മുതലായ കാര്യങ്ങളും ഒന്ന് നോക്കുക. പിന്നെയുള്ളത് മോഡലുകളാണ്. അതിൻ്റെ അകത്ത് കൺസെപ്റ്റ് അറ്റൈൻമെന്റ്, അഡ്വാൻസ് ഓർഗനൈസർ മോഡല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് കൊണ്ടുവന്നത്, എന്താണ് ആ കോൺസെപ്റ്റ്, അതാണ് വരുന്നത്. പിന്നെ ഡേൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്, അതിന്റെ തട്ടുകള് പഠിച്ചു വെക്കാം. മൊഡ്യൂൾ 3ലേക്ക് കടന്നാൽ നിങ്ങൾക്ക് ലേണിംഗ് തിയറീസ് ഉണ്ട്. ലേണിംഗ് തിയറീസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് കൊണ്ടുവന്നത്, എന്താ ഓരോ ലേണിംഗ് തിയറിയും പറയുന്നത്. അതിന്റെ അകത്താണെങ്കിൽ ഇപ്പൊ വൈഗോസ്കി, പിയാഷെ, ഗാഗ്നെ, ബ്രൂണർ, ഓസ്ബൽ, ബ്ലൂം ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതേപോലെ അപ്ലിക്കേഷൻ ഓഫ് ലേണിംഗ് തിയറി, അതിൽ സിറ്റുവേറ്റഡ് ലേണിംഗ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ലേണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെക്കുക. അങ്ങനെ മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ബേസിക്കലി അവിടെ വരുന്നത്. മൊഡ്യൂൾ 4ലേക്ക് കടന്നാൽ ഇവാലുവേഷൻ ആണ്, അതും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഓരോ ഇവാലുവേഷൻ സ്ട്രാറ്റജി, ഇപ്പൊ ഫോർമേറ്റീവ് ഉണ്ട്, സമ്മേറ്റീവ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, പിന്നെ നമുക്ക് ക്യുമുലേറ്റീവ് റെക്കോർഡ്, റേറ്റിംഗ് സ്കെയിൽ ഇങ്ങനെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ അതെല്ലാം പഠിച്ചു വെക്കുക. അത് ഓരോന്നും ഒന്ന് മറ്റൊന്നിൽ നിന്നും, ഇപ്പം സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണെങ്കിൽ അത് എങ്ങനെയാണ് ഫോർമേറ്റീവിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്, ഇമ്പോർട്ടന്റ് ആണ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ടെസ്റ്റുകൾ എന്തൊക്കെയാ, അതിന് എന്തൊക്കെയാ നമ്മൾ ഉപയോഗിക്കുന്നത്, അതും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഇസ് ഗ്രേഡിംഗ്. ഗ്രേഡിംഗിന്റെ ഏരിയയിലേക്ക് കടന്നാൽ ടൈപ്സ് ഓഫ് ഗ്രേഡിംഗ്, അബ്സല്യൂട്ട് ഗ്രേഡിംഗും റിലേറ്റീവ് ഗ്രേഡിംഗും തമ്മിലുള്ള കമ്പാരിസൺ, ഫീഡ്ബാക്കിന്റെ നെസസിറ്റി അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അതേപോലെ ടൈപ്പ് ഓഫ് ടെസ്റ്റ്, ഓൺലൈൻ ടെസ്റ്റ്, ഓഫ്ലൈൻ ടെസ്റ്റ് തമ്മിലുള്ള കമ്പാരിസൺ, ഓൾ ദീസ് തിങ്സ് ആർ ഇമ്പോർട്ടന്റ്. യൂണിറ്റ് 6ലേക്ക് കടന്നാൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ് വരുന്നത്. സോ കമ്മ്യൂണിക്കേഷന്റെ മേഖലയിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് ഇന്ററാക്ഷൻ എന്താണ് ആവശ്യമായിട്ടുള്ളത്, കമ്മ്യൂണിക്കേഷന്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ്, നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എങ്ങനെയാ, അതിന്റെ പ്രോസസ് എങ്ങനെയാണ്, അതേപോലെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ ഓറൽ, റിട്ടൺ, ഇന്റർ പേഴ്സണൽ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സോ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചും പഠിപ്പിക്കുക. മൊഡ്യൂൾ 2ലേക്ക് കടന്നാൽ ടെക്നോളജി റിലേറ്റഡ് ആണ്. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അതേപോലെ കമ്പ്യൂട്ടർ അബ്രിവേഷൻസ്. കമ്പ്യൂട്ടർ അബ്രിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. പിന്നെ WWWയുടെ ഫുൾ ഫോം, ബ്രൗസേഴ്സിന്റെ യൂസ്, ഇമെയിൽ, 2CC BCC എന്നൊക്കെ പറഞ്ഞുള്ള ടേമുകള്, പിന്നെ ആക്ടുകൾ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ ICT എനാബിൾഡ് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ് എങ്ങനെയാ അതിന്റെ അപ്ലിക്കേഷൻ വരുന്നത്, പിന്നെ മൂക്കിന്റെ ഫുൾ ഫോം, അതേപോലെ ITH സ്കൂളിന്റെ വെർഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ ആണ്. അതിൽ ടൂളുകൾ പഠിക്കുക. നമ്മൾ റിസർച്ച് എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ടൂളുകൾ, അതേപോലെ സ്റ്റെപ്സ് നോക്കി വെക്കുക. പിന്നെ ടൈപ്സ് ഓഫ് റിസർച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നമുക്ക് പല വെർഷൻസ് ഉണ്ട് അല്ലെ. ഹിസ്റ്റോറിക്കൽ, ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പെരിമെന്റൽ, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, ഇങ്ങനെ ഒരുപാട് വെർഷൻസ് ഉണ്ട്. അതും ഒന്ന് നോക്കി വെക്കുക. പിന്നെയുള്ളത് ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ചും അപ്ലൈഡ് റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം നല്ല കൃത്യമായി പഠിച്ചു വെക്കുക.
അതേപോലെ നമുക്ക് ഒരുപാട് സ്റ്റൈലുകൾ ഉണ്ട് അല്ലെ, ഇപ്പൊ APA സ്റ്റൈല്, MLA സ്റ്റൈല്, ഇങ്ങനെയെല്ലാം ലിറ്ററേച്ചേഴ്സ് ആക്കിയാണ്ട് അവ പഠിച്ചു വെക്കുക. പ്ലാഗിയറിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇത് നിരത്തി പിടിച്ച ചോദ്യങ്ങൾ വരാറുണ്ട്. പ്ലാഗിയറിസം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വരുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ നിങ്ങൾ NCF, KCF ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ന്യൂപ്പ ചോദിക്കാറുണ്ട്. അതേപോലെ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ നെസസിറ്റി, ZMAT എന്താണ് എന്നുള്ളതും ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഡ്യൂട്ടീസ് ആണ് വരുന്നത്. അതിൽ PTA പഠിക്കുക, മദർ PTA പഠിച്ചു വെക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് സസ്റ്റൈനബിൾ ഗോളുകൾ ഉണ്ട്. ഈ സസ്റ്റൈനബിൾ ഗോളുകൾ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും, കാരണം അതിനെ ബേസ് ചെയ്തും ചോദ്യങ്ങൾ വരാറുണ്ട്. സോ സെറ്റ് ജനറൽ പേപ്പർ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ആ മാർക്കിംഗ് സ്കീമിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അത് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്കിംഗ് സ്കീമിൽ ഇപ്പൊ ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ പേപ്പർ 1ന് 40% വേണം, OBC ആണെങ്കിൽ 35%, ഡിഫറently ഏബിൾഡ് ആണെങ്കിൽ 35%. ഇത്രയും മിനിമം ആണ് പറയുന്നത്. സപ്പോസ് പേപ്പർ 2 മാർക്ക് കുറഞ്ഞാലും പേപ്പർ 1ൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുകയാണെങ്കിൽ അഗ്രിഗേറ്റ് കൂടാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് ഒരിക്കലും നിങ്ങൾ തള്ളിക്കരയരുത്. നിങ്ങൾക്ക് ജനറൽ പേപ്പർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ജനറൽ പേപ്പർ പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഹെക്ടിക് ജേർണി, ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടാവുന്നത് തന്നെയുള്ളൂ. അപ്പൊ വ്യക്തമായി സ്പഷ്ടമായി നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഒട്ടും വൈകാതെ തന്നെ ഇന്ന് മുതൽ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ചെയ്തു തുടങ്ങുക. അപ്പൊ എൻട്രിയിൽ ഓൾറെഡി തന്നെ കോഴ്സസ് കമന്റ് ചെയ്തിട്ടുണ്ട്, അത് റണ്ണിങ് ആണ്. സോ താഴെ കാണുന്ന ബോക്സിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. അതേപോലെ എൻട്രി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഓൾ.